ഹായ്, ഹലോ. ഞാൻ ആൽബി. നിങ്ങൾ ഇസ്രായേലിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണോ? ഇൻ്റർവ്യൂ ആകാറായോ? അതേ ക്ലാസ്സിന് പോവുകയാണോ? എന്തോ ആയിക്കോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ഇസ്രായേലിന് പോകാൻ വേണ്ടിയിട്ട് ആരാഗ്രഹിച്ചിരുന്നാലും ഫസ്റ്റ് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തെ നമ്മൾ ഉപേക്ഷിച്ചേക്കുക. അധികമായിട്ടുള്ള ആത്മവിശ്വാസം നമ്മളെ തകർത്ത് കളയും. വിശ്വാസം ഉണ്ടായിരിക്കുക നമ്മളിലല്ല, ദൈവത്തിൽ. ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ടെടുത്ത് വെച്ചോ കാലുകൾ നിങ്ങളെ ദൈവം കൂട്ടിക്കൊണ്ടുപോകും ഉറപ്പായിട്ടും. പിന്നെ നിർബന്ധമായിട്ടും ഇതിനു വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടേതായ രീതിയിൽ അവതരിപ്പിക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ പ്രയർ നോട്ടീസ്, പെർമിറ്റഡ് സെക്ടർ, ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഡിഡക്ഷൻ ഫ്രം സാലറി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ പിന്നെ ഇത് നമുക്ക് അവിടെ ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ച് വിടുന്ന കാര്യങ്ങളെല്ലാം A to Z നമ്മൾ പഠിച്ചിരിക്കണം. അവർ ഏറ്റവും സിമ്പിളായിട്ടായിരിക്കും തരുന്നത്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഓൾറെഡി തന്നിട്ടുണ്ടാവും. അത് നമ്മൾ വീട്ടിൽ വന്നിരുന്നിട്ട് നന്നായിട്ട് പഠിക്കുക. അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തി ഇരുന്ന് പഠിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ പറ്റും. പിന്നെ നമുക്കൊരു ജോബ് ഓർഡർ കിട്ടും. നമുക്ക് വിസ വരുന്നൊപ്പം അല്ലെങ്കിൽ വിസയ്ക്ക് തൊട്ട് മുന്നെയോ മത്താഷിന് ശേഷം, ഒന്നെങ്കിൽ വിസയോടൊപ്പം അല്ലെങ്കിൽ വിസയ്ക്ക് ശേഷം ഇല്ലെങ്കിൽ വിസയ്ക്ക് മുന്നേ, പലർക്കും പല രീതിയിലാണ് ജോബ് ഓർഡർ കിട്ടും. ആ ജോബ് ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനാണ്. പേഷ്യൻ്റ് ആരാണ്, എവിടെയാണ് താമസം, ഏത് ഏരിയയാണ്, പിന്നെ അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്, വീട്ടിൽ ആരൊക്കെയുണ്ട്, നമ്മൾ ചെയ്യേണ്ടുന്ന ജോലികൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമുക്കൊരു ഇസ്രായേൽ ഏജൻസിയും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഈ ജോബ് ഓർഡർ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ആ രോഗിയുടെ അസുഖം, ഇപ്പോൾ ആ രോഗി ഡയബറ്റിക് ആണ് എങ്കിൽ ഡയബറ്റിക് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള വേറെ രോഗങ്ങൾ, അവസ്ഥകൾ, ശാരീരിക അവസ്ഥകൾ, ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഷുഗർ ലെവൽ, നോർമൽ ഷുഗർ ലെവൽ ഹൈ ആയിട്ടുള്ളത്, പിന്നെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇൻസുലിൻ കൊടുക്കേണ്ടത്, ഇൻസുലിൻ്റെ ഡോസ് എങ്ങനെ നമ്മൾ അറിയും, ഇല്ലെങ്കിൽ ഇൻസുലിൻ ഏതെല്ലാം ഭാഗത്ത്, ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗത്താണ് ഇൻസുലിൻ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഡയബറ്റിക്കിനെ ബേസ് ചെയ്തിട്ട് ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു ഇമാജിൻ ചെയ്തിരിക്കണം. നമുക്ക് ജോബ് ഓർഡർ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് ഏത് ടൈപ്പാണ്, എന്തെല്ലാം ഡിസീസസ് ഉണ്ടോ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി നമ്മൾ പഠിച്ചിട്ട് വേണം ഇൻ്റർവ്യൂവിന് തയ്യാറാകാൻ. അപ്പോൾ അതങ്ങനെ. പിന്നെ 16 ലോ പഠിപ്പിക്കുന്നുണ്ട്. 16 ലോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാതെ പഠിക്കുകയും അത് എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രയർ നോട്ടീസ്, പെർമിറ്റഡ് സെക്ടർ, പിന്നെന്താ ഡിഡക്ഷൻ ഫ്രം സാലറി, ഈ വക കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂവിനും